ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ലാപ്ടോപ്പിന്റെ പാർട്ട് നമ്പർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ഈ സ്കീമാറ്റിക് ആൻഡ് ബോർഡ് വ്യൂ, അതേമാതിരി തന്നെ ഡ്രൈവറുകൾ, ബയോസ്, ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിന്റെ സ്കീമാറ്റിക് ലോഡ് ചെയ്യണം, ബോർഡ് വ്യൂ ലോഡ് ചെയ്യണം, അതേമാതിരി തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ ബയോസ് ഒക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ള മെത്തേഡ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യുക, അതേമാതിരി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ മോഡൽ നമ്പർ, അതിന്റെ പാർട്ട് നമ്പർ വെച്ചിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ലാപ്ടോപ്പിന്റെ മോഡൽ നമ്പർ. അപ്പൊ ഈ ലാപ്ടോപ്പിന്റെ ഡെല്ല് ലാപ്ടോപ്പിന്റെ മോഡൽ നമ്പർ ആണെങ്കിൽ ഡെല്ല് 3521 മോഡൽ നമ്പർ. അപ്പൊ ഈ മോഡൽ നമ്പർ വെച്ചിട്ട് നമുക്ക് ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യുക, ബയോസ് ഡൗൺലോഡ് ചെയ്യുക ഒക്കെ ചെയ്യാം. ഇപ്പൊ ഓതറൈസ്ഡ് സർവീസ് സൈറ്റ് നമുക്ക് ഇവരെ ഡെല്ലിന്റെ സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ബയോസ് എടുക്കാൻ പറ്റും, ഡ്രൈവർ എടുക്കാൻ പറ്റും. ഓക്കെ, സ്കീമാറ്റിക് ഇവരെ സൈറ്റിൽ ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് തേർഡ് പാർട്ടി സൈറ്റാണ് കാരണം ഉണ്ടാവുക. അപ്പോൾ അവിടുന്ന് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന മെത്തേഡ് നമുക്ക് നോക്കിയിട്ട് പോകാം. ഓക്കെ, അപ്പോൾ സ്കീമാറ്റിക് കിട്ടണം, അതേമാതിരി തന്നെ ബോർഡ് വ്യൂയും കിട്ടണം. നമുക്കത് നോക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്, ഇത് നമുക്ക് മായ്ച്ചിട്ട് നമ്മളിവിടെ അടിക്കാൻ പോകുന്നത് LA- ഈ ബോർഡിൻ്റെതാണ് അടിക്കുന്നത് കേട്ടോ. ഈ ബോർഡിൻ്റെ പാർട്ട് നമ്പർ അടിക്കുന്നത് LA-9104P ആണ് അടിക്കുന്നത്. അപ്പം നമുക്ക് ഇത് അടിക്കാം, LA-9104P എന്ന് പറഞ്ഞിട്ട് ബയോസ് കാണണം. ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ബയോസ് വന്നു, അതേമാതിരി തന്നെ സ്കീമാറ്റിക്കും വന്നു. നമ്മുടെ സ്കീമാറ്റിക് നമ്മൾ ഫസ്റ്റ് റെഫർ ചെയ്യുന്നത് ഈ ആലിസെല്ലർ എന്ന് പറഞ്ഞാൽ ഈ ടീമിൻ്റെ എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് എടുക്കുക, ഇത് വിനാഫിക്സ് ആണ്, ഇത് തേർഡ് പാർട്ടിയാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ സാധനം സൈറ്റിൽ ഇങ്ങനെയാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഷെയർ ലിങ്ക് ഇങ്ങോട്ട് വിട്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ ഈ ലിങ്ക് എന്താ മതി നിങ്ങൾ ഷെയർ ചെയ്താൽ മതി. അപ്പോൾ ഈ വാട്സപ്പ് ഒന്ന് ഗ്രൂപ്പിലുണ്ടാവും നിങ്ങൾ. അപ്പോൾ നമുക്ക് ഈ സാധനം ഒന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സാധനം എന്ത് ചെയ്യും, നിങ്ങൾക്ക് തിരിച്ച് അയച്ചു തരും. കാരണം ഇത് പെയ്ഡാണ്, ഈ സൈറ്റ് പെയ്ഡാണ്, ഇത് ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന മെത്തേഡ് നമുക്ക് നോക്കിയിട്ട് പോകാം. ഇവിടെ ക്ലിക്ക് ചെയ്തു, നേരെ ലോഡ് ആകുന്നുണ്ട്. നേരെ താഴെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പരസ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പരസ്യം ക്ലോസ് ചെയ്ത് വിടണം, എന്നാലും നിങ്ങൾക്ക് കാണും ഡൗൺലോഡ് ചെയ്യണ സ്ഥലങ്ങൾ. ഇവിടെ കാണിക്കുന്നത് ഡൗൺലോഡ് സ്കീമാറ്റിക്, ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇത് നേരെ ഒന്നുമില്ല, നേരെ ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ ഡൗൺലോഡ് ആവും. ചെറിയ ഡിലേ എടുക്കും, ഡിലേ എടുത്തിട്ട് ഡൗൺലോഡ് ആവും. ഇവിടെ ഡൗൺലോഡ് കിട്ടിയില്ല, ഞാൻ താഴെ ഇവിടെ ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഡൗൺലോഡ് ആകുന്നുണ്ട്. ഓക്കെ, നേരെ ഓപ്പൺ ചെയ്യുക. ഇത് 3521, ഇതിൻ്റെ മോഡൽ നമ്പറും ഡെല്ല് ഇൻസ്പിരിയോൺ 50 3521 കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇത് ഓപ്പൺ ആയിട്ട് ഇതിൻ്റെ സ്കീമാറ്റിക് ഓക്കെ ലോഡ് ആകുന്നുണ്ട്. സ്കീമാറ്റിക് നമുക്ക് എന്ത് ചെയ്തു കിട്ടി. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് എന്താ വെച്ചാൽ നമ്മൾ ക്ലാസ്സിലുള്ളതാണ്, ഒരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു HP ലാപ്ടോപ്പ്, അപ്പോൾ ഇനി ഒരു HP-ൻ്റെ ലാപ്ടോപ്പ് നമുക്ക് ഇതിൻ്റെ ഡ്രൈവർ നമുക്ക് എടുക്കുക, അതേമാതിരി ബയോസ് എടുക്കുക. അപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡ് നമ്മൾ നോക്കണ്ടേ. അപ്പോൾ നമ്മൾ കോമൺലി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ലാപ്ടോപ്പിൻ്റെ ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാപ്ടോപ്പിൻ്റെ HP-യുടെ ബാക്ക് സൈഡിൻ്റെ ഒരു ഫോട്ടോസാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ടൈപ്പിലാണ് കാര്യം ഉണ്ടാവുക മോഡൽ നമ്പർ. അപ്പോൾ ഇതിൽ മോഡൽ നമ്പർ വരുന്നത് 13_S104NE ആണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. സീരിയൽ നമ്പർ ആണ് ഇത് വരുന്നത്. ഇതിൻ്റെ പാർട്ട് നമ്പർ ആണ് വരുന്നത്. ഓക്കെ, പിന്നെ വാറണ്ടിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ 3 കേസും നമുക്ക് ഏതാ ചിലപ്പോൾ കസ്റ്റമർ ചോദിക്കും, സൈറ്റിൽ നിന്ന് ചോദിക്കുന്ന സമയത്ത് ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് സിമ്പിളായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, ടെസ്റ്റിൽ ഇവിടെ സേവ് ചെയ്ത് അടിച്ച് വെച്ചിരിക്കണേ, നമുക്കത് സിമ്പിളായിട്ട് പോയിട്ട് നോക്കാം. ഇവിടെ ടെസ്റ്റിൽ ഞാൻ അടിച്ച് കറക്റ്റാക്കി വെച്ചിരിക്കണേ. നമുക്കത് കോപ്പിറൈറ്റ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മോഡൽ നമ്പർ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് അതിനെ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സൈറ്റിൽ പോവുക, HP.com ഞാൻ പോവാണ്. HP-ൻ്റെ .com അതിൻ്റെ സൈറ്റിൽ ഓതറൈസ്ഡ് സർവീസ് സെൻ്റർ സൈറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് പോയിട്ട് എന്താ വെച്ചാൽ പ്രൊഡക്റ്റ് ആൻഡ് സർവീസാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ കാണുന്ന സമയത്ത് നമുക്ക് സോഫ്റ്റ്വെയർ ആൻഡ് ഡ്രൈവേഴ്സ് കണ്ടില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലോഡ് ആവുന്നുണ്ട്. ലോഡായിട്ട് നമുക്ക് അവിടെ നമ്മളെ പ്രൊഡക്റ്റ് അടിച്ചു കൊടുക്കണം. ലാപ്ടോപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ലാപ്ടോപ്പ് സെലക്ട് ചെയ്ത് കൊടുത്തു. ലാപ്ടോപ്പ് സെലക്ട് ചെയ്തിട്ട് സീരിയൽ നമ്പർ, എക്സാമ്പിൾ സീരിയൽ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീരിയൽ നമ്പർ നമുക്ക് എടുത്തിട്ട് ഇത് SN നമ്പർ ഇല്ലേ, ഈ നമ്പർ എടുത്തിട്ട് നമുക്ക് ഇവിടെ സേവ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് എന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ലാപ്ടോപ്പിന്റെ ഫോട്ടോസ് ചിലപ്പം കാണിക്കും, അതിന്റെ ഡ്രൈവറുകളും താഴത്തെ അതിന്റെ മോഡൽ നമ്പറും കാര്യമൊക്കെ മാച്ച് ആണ്, നമുക്ക് നോക്കിയിട്ട് പോവാം. സൈറ്റ് ഡയറക്റ്റ് ആയതുകൊണ്ട് ചെറിയ ലോഡ് എടുക്കും. അപ്പോൾ HP പവേലിയന് X360 ആണ് ഇതിന്റെ മോഡൽ നമ്പർ, മോഡൽ വരുന്നത് 13S104. നമ്മളെ സാധനം കൂടെ മാച്ച് ആണെന്ന് നോക്കാം അല്ലേ. 13S104 NE ആണ് മോഡൽ നമ്പർ, കറക്റ്റ് അല്ലേ വരുന്നത്. ഓക്കെയാണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഡ്രൈവറാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഐഡന്റിഫൈ ആൻഡ് സെലക്ട് എന്താ ചെയ്തെന്നുണ്ടെങ്കിൽ സിമ്പിൾ എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി ചെയ്യാൻ പോകണം. ഇവിടെ ഞാൻ ന്യൂ ടാബ് എടുത്ത് HP-ന്റെ സൈറ്റിലാണ് hp.com, അതിന്റെ സൈറ്റിലാണ് ഞാൻ കയറിയത്. ഡയറക്റ്റ് എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ചെയ്തത് സോഫ്റ്റ്വെയർ ആണ് ഡ്രൈവേഴ്സ്, ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇത് നേരെ സൈറ്റിലേക്ക് പോകുന്നത് നമുക്ക് ലാപ്ടോപ്പിൻ്റെ ആയതുകൊണ്ട് ലാപ്ടോപ്പാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മെത്തേഡിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഡെൽ ആയാലും HP ആയാലും ലിനോവോ ആയാലും ഈ ഒരു മോഡൽ പാറ്റേൺ, ആ പാറ്റേണിൽ നമ്മൾക്ക് സെലക്ട് ചെയ്ത് പോയാൽ മതി. ഇതിൽ അവർ സീരിയൽ നമ്പർ ഇവിടെ ചോദിക്കുന്നുണ്ട്. സീരിയൽ നമ്പർ ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് കോപ്പി ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നേരെ പേസ്റ്റ് അടിക്കാൻ പോകുന്നു. ഇവിടെ പേസ്റ്റ് കോപ്പി, ഇവിടെ പേസ്റ്റ് അടിച്ചു. ഇവിടെ സാധനം വന്നു, സെർച്ച് ചെയ്തു. അപ്പൊ നമ്മളെ കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പിന്റെ മോഡൽ നമ്പറും കാര്യങ്ങളും നമുക്കിവിടെ എഴുതി കാണിച്ച് അവർ തരണം. എന്നാലാണ് നമുക്ക് കൺഫേം ആകുക, ഇന്ന മോഡലാണെന്നുള്ളത് കൺഫേം ആവും. അപ്പൊ അത് ലോഡ് ആകുന്നുണ്ട്. ഈ ലോഡായ സാധനമാണ് ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു സെറ്റപ്പിലേക്ക് പിന്നെ വരിക. ഈ സെറ്റപ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ സാധനം ഇതും കൂടി മാച്ചാണ്, സെറ്റാണ്. ഇവിടെ കണ്ടില്ലേ, മാച്ചാണ്, സെറ്റാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, വിൻഡോസ് സെലക്ഷൻ, ഇവിടെ വിൻഡോസ് 10 ആണ് നമ്മൾ OS. ഇവിടെ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് 10 ഒന്നുകൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡ്രൈവറുകൾ ഇത് ഫസ്റ്റ് തന്നെ കാണുന്നത് ബയോസ്. ഈ ബയോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. നേരെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ആവും. അത് പിന്നെ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ സാധനം എടുക്കാൻ മാത്രം. ഇതിന് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഇത് എക്സ്ട്രാക്ട് ചെയ്യും വേണം. അതിനുശേഷം ഇത് എക്സ്ട്രാക്ട് ചെയ്യണം. ഇതിന് കുറച്ചൊരു പരിപാടികളുണ്ട്. എന്നിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിന്റെ exe ഫയലൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാൻ നല്ല കുറച്ചൊരു മെത്തേഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം കിട്ടും, ബയോസ് നമുക്ക് കിട്ടും. പിന്നെ ME ഇതിലെങ്ങനെ വെച്ചാൽ 2 ടൈപ്പിലാണ് ബയോസ് വരില്ല. ഒന്നെങ്ങനെ വെച്ചാൽ ബയോസ് മാത്രം വരും, അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടക്കും. ഇത് ഡിസ്ക്രിപ്ഷൻ റീജിയൻ ആയിരിക്കും, ഇത് ME റീജിയൻ ആണ് കാരണം, ഇത് ബയോസ് റീജിയൻ ആണ് കാരണം, ഇത് GB റീജിയൻ ആണ് കാരണം. ബയോസ് മാത്രമാണ് കാരണം നമുക്ക് വന്നിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ബാക്കിയുള്ളത് എക്സാ എഡിറ്റ് വെച്ചിട്ട് എഡിറ്റ് ചെയ്യണം. അതൊരു വേറൊരു മെത്തേഡാണ്. അപ്പൊ അത് വെച്ചിട്ട് ചെയ്യണം. അത് നമ്മൾ ഈ ക്ലാസ്സിൽ ഇപ്പൊ പറയാൻ കഴിയില്ല, ടൈം ലാഗ് ആയിട്ട് പോകും, ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് പിന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എടുത്തിട്ട് പോവാം. അപ്പൊ നമുക്ക് ഡൗൺലോഡ് ചെയ്തു. ഈ ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന മെത്തേഡ് നമ്മളിപ്പോ പറഞ്ഞത്. ഇതിപ്പോ നമ്മളിപ്പോ ഡ്രൈവർ ആണ് ഡൗൺലോഡ് ചെയ്ത്, ഇപ്പൊ നമ്മൾ ചെയ്തത് ബയോസ് ആണ് ഡൗൺലോഡ് ചെയ്തത്. ഇതേ മെത്തേഡ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഡ്രൈവറുകളും ഇതേമാതിരി ഡൗൺലോഡ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഇതിന്റെ ഡ്രൈവറുകൾ ഉണ്ടാവും. ഡ്രൈവറുകൾ എന്നെങ്കിൽ ഇപ്പോൾ ഓഡിയോന്റെ ഡ്രൈവറാണ് ഈ കിടക്കുന്നത്. അതേമാതിരി തന്നെ ചിപ്സെറ്റിന്റെ ഡ്രൈവറാണ്. ഈ ഡ്രൈവറൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള മെത്തേഡ് നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ ഡയറക്റ്റ് നമുക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓതറൈസ്ഡ് പക്ക ഡ്രൈവർ ആയിരിക്കും. അപ്ഡേറ്റ് ചെയ്യുന്ന സിസ്റ്റം അപ്ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പക്ക ഡ്രൈവർ കിട്ടണം എന്നൊന്നുമില്ല. ഈ ഗ്രാഫിക്സിന്റെ സമയത്ത് നമുക്ക് സീൻ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മളിന്ന് പഠിച്ചതെന്ന് വെച്ചാൽ സ്കിമാറ്റിക് ഓക്കെയാണ്, നിങ്ങൾക്ക് സ്കിമാറ്റിക് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഓക്കെയാണ്. അതേമാതിരി തന്നെ നമുക്ക് ഡ്രൈവർ ബയോസ് ഡൗൺലോഡ് ചെയ്യാൻ ഓക്കെയാണ്. അതേമാതിരി തന്നെ ഡ്രൈവറുകൾ മൊത്തം ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണെങ്കിൽ ബോർഡ് വ്യൂ നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെല്ല്, ഇതിന്റെ ബോർഡ് വ്യൂ നമുക്ക് കിട്ടേണ്ടത്. ഈ ബോർഡ് വ്യൂ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് സൈറ്റിൽ നിന്ന് കിട്ടാൻ ചാൻസ് കുറവാണ്. ചിലത് ഇതേമാതിരി സൈറ്റിലാണ് ഉണ്ടാവുക. അപ്പൊ ഈ സൈറ്റിൽ കയറിയിട്ട് ഇതിന്റെ ലിങ്ക് എന്താ മതി, ഇതിന്റെ ലിങ്ക് ഇട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ട് അടിച്ചു, ഓർഡർ ആയി ലോഡ് ആകുന്നുണ്ട്. ഈ ലിങ്ക് ആണ് എനിക്ക് കിട്ടേണ്ടത്. ഈ ലിങ്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇവിടെ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. ബോർഡ് വ്യൂ ആണെങ്കിൽ ബോർഡ് വ്യൂ, ഈ ലിങ്കുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ലിങ്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ സാധനം എന്നുള്ളതൊന്ന് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അതൊരു മെത്തേഡാണ്. അതല്ലാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട സാധനം നമുക്ക് ഇവിടെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടെലഗ്രാം കാണുന്നുണ്ട്. ടെലഗ്രാമിൽ കയറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളെ ടെലഗ്രാം ഇവിടെ ഓക്കെ എന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ഇവിടെ കിടക്കുന്നുണ്ട് ഡെല്ല് 3521.
അതിലിപ്പോൾ ബോർഡ് വ്യൂ ഉണ്ട്, ഡില്ല് 352 ബോർഡ് വ്യൂ. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ നിങ്ങളെ ടെലഗ്രാം ഓപ്പൺ ആവും. ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടുന്ന് നേരെ സേവ് ആസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് സേവ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഈ ഒരു മെത്തേഡ് ഉണ്ട്. ഇതേമാതിരി നിങ്ങൾക്കും ഇതേമാതിരി അപ്പം ഈ ഒരു മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ 2 ടൈപ്പിലുള്ള സോഫ്റ്റ്വെയർ അഥവാ ബോർഡ് വ്യൂവും നമ്മൾ പരിചയപ്പെട്ടു. അതേമാതിരി തന്നെ സ്കീമാറ്റിക് റീഡ് ചെയ്യാനുള്ള ഫോക്സിറ്റ് റീഡറും നമ്മൾ ഫോക്സിറ്റ് റീഡറാണ് സ്കീമാറ്റിക് റീഡർ, ഫോക്സിറ്റ് റീഡർ. അതേമാതിരി തന്നെ ബോർഡ് വ്യൂവിൻ്റെ ഫയൽ റീഡറും അതന്നെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അപ്പം നമുക്ക് ബോർഡ് വീവറിന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, നമ്മളെ ബോർഡ് വീവർ ഡൗൺലോഡ് ഇത് നേരെ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ആവും. കീപ്പിറ്റ് കൊടുത്തു, ഇത് നേരെ ഡൗൺലോഡ് ആണ്. അതേമാതിരി തന്നെ ഫോക്സിറ്റ് റീഡർ ഇതേമാതിരി തന്നെ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും സെയിം ഡൗൺലോഡ് ആവും. ഓക്കെ, അപ്പോൾ ഇത് ഫയൽ സി ആർ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫയൽ സി ആറിൽ പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫയൽ സി ആറിൽ കോപ്പി ഫയൽ സി ആർ ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫയൽ സി ആർ കൊടുത്തു. ഫയൽ സി ആറിൽ പോയിട്ട് നമുക്ക് ഇവിടെ ഫയൽ സി ആർ ഇവിടെ ഓപ്പൺ ചെയ്യണം. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഒരിതും നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോക്സ് ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ വേർഷൻ കിട്ടും. ഓൾമോസ്റ്റ് സാധനം സെറ്റാണ്, പക്കയാണ്. അപ്പോൾ ഈ 2 ടൈപ്പിൽ നമുക്ക് ഈ സാധനം സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേമാതിരി തന്നെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതേമാതിരി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫയൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലായിരിക്കും ഡൗൺലോഡ് ഇരിക്കുക. ഈ ഒരു ടൈപ്പിലായിരിക്കും ഡൗൺലോഡ് ചെയ്ത ഫയൽ ഇരിക്കുക. അത് എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുക. വിൻസിപ്പ് ആണ് ഫയൽ വന്നിരിക്കുന്നത്, എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി ഇരിക്കും. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മളെ ഫയൽ, exe ഫയൽ. ഇതാണ് നമ്മളെ ഫയൽ. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ കാഡ് ഫയൽ ആണ് എന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയാം, ഇവിടെ ഡെല്ല് സ്കീമാറ്റിക് പോയിട്ട് ഡെല്ലിൻ്റെ ഇതിപ്പോൾ ആ ഒരു ടൈപ്പ് ഫയലാണ്. ബോർഡ് വ്യൂ കണ്ടില്ലേ, ഫയലിൻ്റെ പേര് BRBDB എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഡ്രാഗ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേമാതിരി ഓപ്പൺ ആവും. ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം കാണുന്നത് എങ്ങനെ വെച്ചാൽ ഇത് ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ റൈറ്റ് ആകണമെങ്കിൽ ഇങ്ങോട്ട് തിരിക്കാം. ഓക്കെ, പിന്നെ ഇതിൽ കാണുന്നത് എങ്ങനെ വെച്ചാൽ വ്യൂവറാണ്. വ്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഈ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ബോർഡ് നമ്മൾ കയ്യിൽ വെച്ചിരുന്ന തിരിഞ്ഞ് കറക്റ്റ് ഓർഡറിലാണെങ്കിൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി നമുക്ക് കറക്റ്റായിട്ട് ഓവർ സെറ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ വെർട്ടിക്കൽ ആണെങ്കിൽ വെർട്ടിക്കലും കറക്റ്റ് കിട്ടും. ഓക്കെ, ഈ 2 മെത്തേഡാണ് നമ്മൾ കൊടുക്കുക ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിലെന്ന് വെച്ചാൽ ടോപ്പ് സൈഡാണ് കാണുന്നത്, പിന്നെ ബോട്ടൺ ആണെങ്കിൽ ബോട്ടൺ സൈഡ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ കാണുന്നത് എന്ന് വെച്ചാൽ കമ്പോണൻസ് മീൻസ് ഇപ്പോൾ ഇൻഡക്ടർ അടിക്കുക, IC അടിക്കുക, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലെ കമ്പോണൻസിൽ നമുക്ക് പേര് 1 by 1 ആയിട്ട് കറക്റ്റായിട്ട് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കിട്ടും. അത് സൂം ചെയ്യുക, മൗസ് കൾസർ അങ്ങോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സൂം ചെയ്യുക, നേരെ റിവേഴ്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതോ, പിന്നെ ഇത് നീക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്ത് നീക്കാനും പറ്റും. പിന്നെ ഇതിവിടെ അടിക്കുക നെറ്റ്സ് എന്നാണെങ്കിൽ ഇതിൻ്റെ പേരുകളാണ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ട് അല്ലേ, ഇവിടെ GND ആയിരിക്കും. ഇവിടെ ഇതിൻ്റെ പേര് എടുക്കുന്നത് ഇതിൻ്റെ പേര് കാണും. അപ്പോൾ ഇതേമാതിരി പേര് വെച്ചിട്ട് സെർച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നെറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ലാത്തൊരു കോമൺ ബോർഡ് വ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ്. പിന്നെ ഫോക്സിറ്റ് റീഡർ നമ്മൾ സാധാ ലെവലിൽ തന്നെ നേരെ അഡോബ് റീഡർ ഉപയോഗിക്കുക. അതല്ലെങ്കിൽ വേറെ ഗൂഗിളിൻ്റെ WPSൻ്റെ വ്യൂവർ ഉണ്ട്, അത് ഉപയോഗിക്കുക. അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഉപയോഗിച്ചിട്ട് സാധനം സെറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 സാധനങ്ങൾ ഇത് ബോർഡ് വ്യൂ നമുക്ക് കറക്റ്റായിട്ടൊരു ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് സെറ്റിൽമെൻറ്റ് കറക്റ്റ് ഓക്കെയാണ്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടാണ് പോകുന്നുള്ള ട്രേസിങ് കറക്റ്റായിട്ട് ഓർഡർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ വന്നിട്ട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എക്സാം ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒന്നും കിട്ടില്ല എന്ന് ഗൂഗിളിനോട് ചോദിച്ചാൽ തന്നെ ഒരു ഓവർ വ്യൂ നിങ്ങൾക്ക് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഇവിടെ ഡൗട്ട് ചോദിക്കുക.
അപ്പൊ നമുക്ക് ബോർഡ് വ്യൂ ഒക്കെ സ്കീമാറ്റിക് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന മെത്തേഡ് ഇതിന്റെ ഡ്രൈവർ അതേമാതിരി തന്നെ ബയോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബയോസ് എഡിറ്റിംഗ് വേറെ പാർട്ടാണ്, കുറച്ച് വേറെ നന്നായിട്ട് പഠിക്കേണ്ട ഒരു പാർട്ട് ആയതുകൊണ്ട് ബയോസ് അതിനെ കുറിച്ച് ഞാൻ പറയാൻ, ബാക്കിയുള്ളതൊക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡിൽ നമുക്ക് നീങ്ങിപ്പോകാൻ പറ്റും. ഓക്കെ, താങ്ക്സ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ്.